ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വക്കച്ചൻ, ഇതും വക്കച്ചൻ. എപ്പോഴെങ്കിലും മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഒരിക്കലും വിളിച്ചിട്ടില്ല. കാരണം ഞാൻ കോട്ടയംകാരനാണ്. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ചേട്ടാ ചേട്ടാ എന്നെ ചേട്ടാ. പക്ഷെ എന്നിട്ടും മമ്മൂട്ടി ചേട്ടൻ ഞാൻ പോലും വിളിച്ചിട്ടില്ല. കോട്ടയംകാരനായ ഞാൻ പോലും മമ്മൂക്ക അങ്ങനെ വിളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ്. AI-ൽ ഇപ്പം മമ്മൂക്കയുടെ ക്യാരക്ടർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഇത് എങ്ങനെയായിരിക്കും. വലിയ തമിഴിലൊക്കെ ഏതോ ഒരു വലിയ പടത്തിലൊക്കെ ചെയ്തത് പോയിട്ട് പേര് പറയുന്നില്ല. കാരണം ഇവിടെ ഈ ചെറിയ ഇൻഡസ്ട്രിയിൽ ഇത്രയും ബ്രില്യൻ്റായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. വൈറലായ വേറൊരു iPhone 6-ന്റെ അത് പഴയ കഥയാണ്. അതെങ്ങനെ പൊങ്ങി വന്നേ എനിക്കറിഞ്ഞൂടെ ആൾക്കാർക്ക് എന്തിന്റെ കേടാണ്. കാരണം ആ ഒരു കാര്യമില്ലാതെ എനിക്ക് തോന്നുന്നു മമ്മൂക്കേക്കും മനോജ് ചേട്ടനും ഒരേപോലെ തന്നെ ക്രേസ് ആണല്ലേ, ഫോൺസ്, കാർ. അദ്ദേഹത്തിനോട് കൂടി 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 കുറച്ചൊക്കെ എങ്ങനെയായതാ. ഭയങ്കര ക്രേസി അല്ലേ ഇത്തരം കാര്യത്തിൽ. ചേട്ടന്റെ മൊബൈൽ നമ്പറും മമ്മൂക്കയുടെ മൊബൈൽ നമ്പറും എൻഡ് ചെയ്യുന്നത് 369-ലാന്ന് എവിടെയോ പറയുന്നത്. പക്ഷെ ഞാൻ അവരെ വിളിച്ചു, ഈ BSNL വിളിച്ചു. അപ്പൊ എനിക്ക് ഇന്ന നമ്പർ വേണം, 944 അപ്പോ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഈ 369 കിട്ടിയത്. ഡയറക്ടേഴ്സിന് ധൈര്യപൂർവ്വം ആ ഷോട്ട് വെക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള ഒരു കോമൺ കമന്റ് എല്ലായിടത്തും ഞാൻ കിട്ടും. മറ്റുള്ള ഭാഗങ്ങൾ അത്ര മോശമായിരുന്നു ക്ലോസ് പോയി. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റുകൾ നമ്മുടെ 2025-ലെ ആദ്യ ഹിറ്റായ രേഖാ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ ഇതുവരെ പ്രമോഷൻസിലൊന്നും കാണാത്ത ചില മുഖങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് അവർ വരാത്തത് നോക്കി പടം കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ലെറ്റ് മീ വെൽക്കം മനോജ് ചേട്ടൻ, ഉണ്ണി ആൻഡ് സെറിൻ. ഹേ ഗൈസ്, വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നറിയാം. എന്നാലും രേഖാചിത്രം ഇപ്പൊ ഇങ്ങനെ കുറെ സ്ക്രീൻസിൽ ഇങ്ങനെ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ്. എന്താ ആ ഒരു ഫീൽ? റിയലി ഹാപ്പി ന്യൂ ഇയർ അല്ലേ. വർഷ തുടക്കത്തിൽ തന്നെ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഓടുന്നു, സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടുന്നു. അങ്ങനെ സാധാരണ സംഭവിക്കാറില്ല. ഒന്നാമത് ചില ഈ ഓണപ്പടങ്ങളൊക്കെ സാധാരണ നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ ഇരിക്കും. ഓണത്തിനൊരു സിനിമ, വിഷുവിന്, ക്രിസ്മസിന്. ഇത് ന്യൂ ഇയറിന് ഒരു സിനിമ എന്നൊരു സംഭവം അങ്ങനെ കേട്ടേ ഇല്ല. ന്യൂ ഇയർ സിനിമ, ഓണ സിനിമ, അങ്ങനെ ഓണപ്പടം എന്നൊക്കെ പറഞ്ഞാൽ ന്യൂ ഇയർ പടം, അങ്ങനെ ഒരു സെറ്റപ്പ് മലയാളത്തിൽ ഇല്ല. പക്ഷെ ഇത് വളരെ ഒരു എന്താ പറഞ്ഞ ഒരു വല്ലാത്ത സമയമാണ്. കാരണം വർക്കിംഗ് ഡേയ്സ് ആണ് ഇതല്ല. ഈ സമയത്ത് പോലും അതിനെല്ലാം മറികടന്ന് നമ്മുടെ സിനിമ വിജയിക്കുകയാണ്. അപ്പൊ അത് വലിയ അതിശയകരമായ കാഴ്ച തന്നെയാണ്. എനിക്ക് തോന്നുന്നു റീസെന്റ് ആസിഫിക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റില് ഏതോ ഒരു തിയേറ്ററില് വീക്ക് ഡേയ്സ് ആണ്, നൈറ്റ് ഷോ ഫുൾ ഹൗസ്ഫുൾ. അതും ഈ റീസെന്റ് 2 days മുന്നേ കോഴിക്കോട് തിയേറ്റർ വിസിറ്റില് ഞാൻ എല്ലാവരും അനശ്വരം ഉണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോ 1 മണിയുടെ ഒരു ഷോ ഹൈലൈറ്റ് മോഡല്. ഞാനോർത്ത് കഞ്ഞിവെള്ളമായിരിക്കും, കുറച്ച് പേരൊക്കെ കാണുള്ളൂ അവിടെ ഇവിടെ. 1 മണി ഷോ അല്ലേ, ആരെങ്കിലും കാണുമോ ചേട്ടൻ? അപ്പൊ ജോഫിനോട് ഞാൻ പറഞ്ഞു, ജോഫിന് ആരെങ്കിലും ഉണ്ടാവും ഈ സമയത്ത്? അങ്ങോട്ട് ഈ പടം തീരുമോ ഞങ്ങളങ്ങ് കേറുന്ന ഒരു സ്ഥിരം രീതിയുണ്ടല്ലോ. കേറുമ്പം ഫുൾ ഹൗസ്, ഞെട്ടിപ്പോയി. 1 മണി ഷോ രാത്രി 1 മണിക്ക്. അതൊക്കെ അൺബിലീവബിൾ. ആരും പറഞ്ഞാൽ പോലും വിശ്വസിക്കുക. അതുകൊണ്ട് ഞാൻ അപ്പത്തിന്റെ വീഡിയോ വീഡിയോ എടുത്ത് കറക്കി പറയുന്നത് വിശ്വസിക്കുന്നത്. പക്ഷെ അത് വേർത്തിട്ടാണ്. കാരണം അത്ര അടിപൊളി പടമായിരുന്നു. ഞാൻ സെക്കൻഡ് ഡേ ആണ് കണ്ടത്, ലാസ്റ്റ് ഷോ ആണ് കണ്ടത്. പക്ഷെ നമ്മളിങ്ങനെ ഇത് കണക്ട് ചെയ്ത് ആ എഴുതിയ ആളും ഡയറക്ട് ചെയ്ത അവരുടെയൊക്കെ ആ ഒരു സ്കില്ല് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എങ്ങനെയാ ആ ഒരു ചിത്രത്തിനും പിന്നെ ഒരു പ്രസന്റിലിരുന്ന് പാസ്റ്റിലേക്കുള്ള കണക്ഷനൊക്കെ അടിപൊളി പടം. റൈറ്റേഴ്സ് ഒരു ടാസ്ക് പോലെ ശരിക്കും ജോഫിന് മുമ്പിലേക്ക് പടം കൊടുത്തു. ജോഫിന് പങ്കുണ്ട് സ്ക്രിപ്റ്റിലെങ്കിൽ പോലും ഒരു ടാസ്ക് ആയിരുന്നു, ഈ സിനിമ നീ എങ്ങനെ ചെയ്യും. പക്ഷെ ജോഫിന് അത് എത്ര ബ്രില്യൻ്റ് ആയിട്ട് അത് നറേറ്റ് ചെയ്തു. ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് എല്ലാം മനസ്സിലാകാത്ത രീതിയിൽ കണക്ട് ചെയ്ത് ഫ്ലാഷും പ്രസന്റും എല്ലാം കണക്ട് ചെയ്ത് പോയില്ലേ. അപ്പൊ അത് ജോഫിന് തന്നെ വലിയൊരു ഹാറ്റ്സ് ഓഫ് ആദ്യം തന്നെ പറയാണ്. ബ്രില്യൻ്റ് ഡയറക്ടറാണ് ജോഫി. നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും.
എന്നാലും അല്ലെ ഒരു ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വക്കച്ചൻ, ഇതും വക്കച്ചൻ, അപ്പൊ രണ്ട് വക്കച്ചൻ. രണ്ട് വക്കച്ചൻ ഒരു സിനിമ ചെയ്തു. ഒരു അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. രണ്ട് വക്കച്ചന്മാരൊരു സിനിമ ചെയ്തു. പുഷ്പം രണ്ട് പുഷ്പമില്ല, മറ്റേ ഒരു പുഷ്പം കൂടെ ഉണ്ട്. ആ പുഷ്പം വന്നിട്ടില്ല. ആ പുഷ്പം വന്നിട്ടില്ല. ആ പുഷ്പം കുറെ നാൾക്ക് ശേഷം അല്ലേ, കുറച്ച് ഗ്യാപ്പിന് ശേഷമല്ലേ മലയാള സിനിമയിലേക്ക് വരുന്നത്. അത് സലീമ, നമ്മുടെ എന്റെ ഗുരുനാഥന്റെ മറ്റൊരു കണ്ടുപിടുത്തമാണ്. ഹരിഹരൻ സാറ് നക്ഷത്രങ്ങളിലൂടെ കൊണ്ടുവന്ന ആളാണ് സലീമ. അപ്പൊ ഞാനന്ന് അഭിനയിക്കുമ്പോൾ ഞാൻ സലീമയോട് പറഞ്ഞു, നമ്മുടെ രണ്ടുപേരുടെയും ഗുരു ഒരാളാണ് കേട്ടോ. ആ ശരിയാണല്ലോ, അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. ഞാൻ ഹരിഹരൻ സാറോടും പറഞ്ഞു, സാറേ ഞാൻ സലീമയോടുകൂടി ഇപ്പൊ ഒരു പടം ചെയ്തു, രേഖാചിത്രം. ആ കുട്ടി ഇപ്പൊ അഭിനയിക്കുന്നുണ്ടല്ലേ? ഞാൻ കൊണ്ട് സാർ ഞാൻ കണ്ടിരുന്നു, ഒരുമിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില കോയിൻസിഡൻസ് ഒക്കെ ഈ സിനിമയിൽ അങ്ങനെ സംഭവിച്ചു. എന്താ തോന്നുന്നു രണ്ട് വക്കച്ചന്മാരും ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുമ്പോ? എടേ എന്റെ ജൂനിയർ വക്കച്ചനും പറയട്ടെ, കാരണം ഈ വക്കച്ചനെ തുടങ്ങി വെച്ച സിനിമയിൽ അതെല്ലാം തുടങ്ങി വെച്ചത് ഇവിടെ എല്ലാം തുടങ്ങി സർവ്വ ഉണ്ടാക്കിയിട്ട് അവസാനം ഞാനെല്ലാം ചില സീനിൽ ഡയലോഗ് നോട്ടം. കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അതുകൊണ്ടാണ് പറയാത്തത്. സത്യം ചില സീനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞങ്ങള് ഞെട്ടിപ്പോയി. സ്ക്രിപ്റ്റ് ലൈക്ക് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവും, പിന്നെ എല്ലാം എക്സിക്യൂഷനിലാണ് ഇരിക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. തീർച്ചയായിട്ടും ലൈക്ക് പല ത്രില്ലേഴ്സും നമ്മൾ കാണുമ്പോൾ ഭയങ്കര അതിന്റെ ടോൺ ഭയങ്കര ലൗഡായിരിക്കും, പക്ഷെ ഇതില് അങ്ങനെ ഒട്ടും ഇല്ല. ലൈക്ക് നല്ല സട്ടിലി പോയിട്ടുണ്ട്, പിന്നെ ഭയങ്കര വലിയ രീതിയിൽ സട്ടിൽ ആയിട്ടില്ല. ഇല്ല, പക്ഷെ ശരിക്കും നമുക്കൊരു പേടി തോന്നുമല്ലേ? ഞാൻ തന്നെ ഈ കുട്ടിയെ വേറെ സിനിമ അതായിരുന്നു എന്റെ ഉദ്ദേശം. എന്ത് സ്വീറ്റ് ആയിരുന്നു. സൂപ്പർബായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. സെറ്റായിരുന്നു. ആൻഡ് ഈ വക്കച്ചനാണെങ്കിലും ഞാൻ ആസിഫ്ക പറയുന്ന വീഡിയോ കണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ണീനെ കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയണം. ഉണ്ണി ഉണ്ടല്ലോ, എനിക്ക് കുറച്ച് മുന്നേ അറിയാം മുന്നേ. അപ്പം ഉണ്ണിന്റെ ഈ വീഡിയോസ് ഒക്കെ ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ഒക്കെ ആണെങ്കിലും ഉണ്ണിയുടെ ആ ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ടല്ലോ, അത് കണ്ടിട്ടുണ്ട്. ആളുടെ ഒരു ഹാർഡ് വർക്കും ആളെടുക്കുന്ന എഫേർട്സ് ഒക്കെ ഇപ്പം പല വീഡിയോസും പിന്നെ ഷോർട്ട് ഫിലിം ചെയ്തു, പിന്നെ ചെറിയ ഫിലിംസ് ചെയ്തു. ഇപ്പം ഇത്രയും വലിയൊരു റെക്കഗ്നിഷനിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. എന്റെ ചെറിയ ചായ ഉണ്ടോ? എവിടേക്കോ ഉണ്ടാക്കാം. ചെറിയ സാമ്യം കാണും. സാമ്യമുണ്ട്. മീശ ഇല്ലാത്തപ്പോഴായിരിക്കും സാമ്യം. ഓക്കെ, അപ്പോ പ്രൊമോഷൻ വീഡിയോയില് ആസിഫ്ക പറയണ്ടായിരുന്നു ഇനി ഷോർട്ട് ഫിലിം അല്ല, ഉണ്ണി ഒരു സിനിമ നടൻ എന്ന നിലയിൽ ഇതിന് ശേഷം അറിയപ്പെടുമെന്ന്. എന്തായിരുന്നു ആ ഒരു മൊമെന്റ് അത് കേട്ടപ്പോ? അയ്യോ, സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒന്നാമത് ആസിഫ്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഭയങ്കര ഫാനാണ് പണ്ടോസിലെ. അപ്പൊ ആ സമയത്ത് ഈ പുള്ളി ഇങ്ങനെ പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതേവരെ നമ്മൾ ഭയങ്കരമായിട്ട് കോൺവെർസേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആസിഫിനെ അറിയാൻ പരിചയമുണ്ട്, പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റേ ഉണ്ണിലാൽ ഷോർട്ട് ഫിലിംസുകൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ആക്കുന്നത് പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല പുള്ളി ശ്രദ്ധിച്ചു തോന്നുന്നു. അപ്പോഴാണ് അവിടുന്ന് ഒരു ആങ്കർ സംസാരിച്ചിട്ടുണ്ട് ഉണ്ണിലാൽ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി മൈക്ക് മേടിച്ചിട്ട് പുള്ളി പറഞ്ഞു ഇനി മുതൽ ഉണ്ണിലാൽ ഷോർട്ട് ഫിലിം ഇതല്ല നല്ല വാക്കുകളായിരുന്നു. അതിനെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ടുള്ള വേർഡ്സ് ആയിരുന്നു. കാരണം അതിനുശേഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇപ്പൊ എല്ലാവരും പറഞ്ഞ സിനിമയെ പറ്റി ഷോർട്ട് ഫിലിം ഒറ്റാൾ ചോദിച്ചിട്ടില്ല. ഞാൻ ചുമ്മാ നോക്കി ആരെന്താ പറയുന്നത്. എല്ലാവരും സിനിമ കൊള്ളാട്ടോ, അടിപൊളിയായിരുന്നു, വക്കച്ചൻ കൊള്ളായിരുന്നു തന്നെ പറയുന്നത്. അത് മാറിയല്ലേ? ഇപ്പഴാ ശരിക്കും മറ്റേ ഡയലോഗ് ബോത്തായതല്ലേ? സിനിമ എല്ലാവർക്കും വേണ്ടി ഓരോന്ന് കരുതി വെക്കും. അത് വക്കച്ചനായിരുന്നു. ഇവിടെ ഉണ്ണിക്ക് വക്കച്ചനായിരുന്നു. ഇവിടെ പുഷ്പത്തിന് എന്തായിരുന്നു? ഞാൻ തുടങ്ങിയത് ആക്ച്വലി തിയേറ്ററിലൂടെയാണ്. ചെന്നൈയിൽ ഒരു 7 വർഷം തിയേറ്റർ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ മുംബൈയിൽ പോയി. ഫാമിലി മാൻ്റെ സീസൺ 1 ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ ഒരു 4-5 പ്രോജക്റ്റ് ചെയ്തപ്പോഴേ എനിക്ക് സാച്ചുറേഷൻ അടിച്ചു തുടങ്ങി. അവിടെ നല്ല രസമാണ് വർക്ക് ചെയ്യാൻ, പക്ഷെ അവർ വർക്ക് ചെയ്യുന്ന രീതി നമുക്ക് കണക്ട് ആവാൻ പറ്റില്ല. ഇവിടെ പിന്നെ ഒരു സമയം ആയപ്പോ ലൈക്ക് ഇവിടുന്ന് കിട്ടുന്ന റിജക്ഷൻ ആയിരുന്നു എനിക്ക് കൂടുതൽ സങ്കടം തോന്നിയത്. അവിടുത്തെ റിജക്ഷൻ ഓക്കെ ആയി തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ മനസ്സ് ഇവിടെയാണ്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ലീഡ്സ് ആയ ആക്ടേഴ്സോ ആക്ട്രസസ് ഒന്നും
ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ഒന്നും ഇങ്ങനെ എടുത്ത് പറയില്ല. ലൈക്ക് ഇന്റർവ്യൂസിൽ അവര് തന്നെയാണ് എപ്പോഴും മെയിൻ ആയിട്ട്. ആൻഡ് അത് ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ലൈക്ക് അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയതും ഇപ്പോ ആട്ടത്തിലും രേഖാചിത്രത്തിലുമാണ്. മെയിൻ ലീഡ്, ഇതിലെ ലീഡ് ഹീറോ നമ്മളെ പറ്റി നമ്മുടെ പെർഫോമൻസ് എടുത്തു പറയുന്നു, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊക്കെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതെ, അത് ശരിയാട്ടോ. അത് നമ്മുടെ മലയാളം ഏത് ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്താലും അത് നല്ലതാണെങ്കിൽ നമ്മുടെ നടന്മാരും നടിമാരൊക്കെ അതെടുത്ത് പറയും. അല്ല, ഇപ്പൊ റിവ്യൂസേഴ്സ് എല്ലാം ഈ എല്ലാ ക്യാരക്ടർ ചെയ്തവരെയും എടുത്തെടുത്ത് പറഞ്ഞ് അവരുടെ പെർഫോമൻസ് നെഗറ്റീവ്സും പോസിറ്റീവ്സും പറയുന്നുണ്ട്. അത് വലിയ കാര്യം തന്നെയാണ് അല്ലേ? അതെല്ലാവർക്കും ചെറിയ റോളുകൾ ചെയ്ത ആൾക്കാർക്കും എന്തൊരു സന്തോഷമായിരിക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു പുതിയ പ്രവണത തന്നെയാണ്, നല്ലതാണ്. ഇപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ മനോജ് ചേട്ടനോട് ചോദിക്കാൻ പാടില്ല ശരിക്കും അല്ലെ? സിനിമ എന്താ തന്നെന്ന് വിശ്വാസം എല്ലാം തന്നില്ലേ? എത്ര നല്ല ക്യാരക്ടേഴ്സ് നമുക്കിങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു. പക്ഷെ ഇതില് വക്കച്ചനിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ സ്ക്രീനിൽ ആദ്യം കാണുമ്പോൾ തന്നെ ആ ഒരു ഗെറ്റപ്പ് ചേഞ്ച്, വക്കച്ചൻ ശരിക്കും അല്ലേ കംപ്ലീറ്റ്ലി ഇൻ ആൻഡ് ഔട്ട് അത് വക്കച്ചനായിട്ട് മാറി. ആ ഒരു ക്യാരക്ടർ ആവുന്നുള്ള ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ബാക്കിയൊക്കെ പുറകെ വന്നോളൂ. അങ്ങനെയാണ് നമ്മുടെ രീതി. പിന്നെ സ്ഥിരം കാണുന്ന ഒരു വില്ലൻ എക്സ്പ്രഷൻസ് കഴിവതും ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിട്ടില്ല. കാരണം ഇയാളുടെ ഒരുപാട് നിഗൂഢതകളുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ്. ഈ ഒരു കൃത്യം സംഭവിച്ചതിന് ശേഷം ഇത്രയും വർഷങ്ങളായിട്ടും അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് അത് വെളിയിൽ വരുമോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ആ ഒരു നിഗൂഢത ആണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നവരസങ്ങളിൽ പുതിയ രസം കൊണ്ട് നിഗൂഢത എന്ന രസം ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. ഒരാള് തമാശക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ ചേട്ടാ ഈ നിഗൂഢത എങ്ങനെ ചേട്ടൻ്റെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിച്ചത് സംഭവം തന്നെ ഞാൻ ഒരു പുതിയ രസമാണ് ഞാൻ കണ്ടുപിടിച്ചതാണ്. ജഗദീശേട്ടൻ മറ്റേ പടത്തിൽ പറഞ്ഞല്ലേ 10ാമത്തെ രസം നിഗൂഢത. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യും വക്കച്ചൻ താമസിക്കുന്ന ആ ഒരു വീടാ. വീടൊരു സംഭവമല്ലേ, അതൊരു കാഴ്ച ബംഗ്ലാവാണ്. വെറും ബംഗ്ലാവല്ല, കാഴ്ച ബെഡായി ബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം, കാഴ്ച ബംഗ്ലാവ് എന്ന് പറയാം. അങ്ങനെ പലതരത്തിൽ ഇമേജ് ഉള്ള ഒരു ബംഗ്ലാവാണ്. അതൊരു മാളയിലൊരു ഉഗ്രൻ വലിയ വീടാ, ഭയങ്കര 30,000 സ്ക്വയർ ഫീറ്റ്. എനിക്ക് അയ്യോ അല്ല, അത് ഭയങ്കര ഒരു സൂപ്പർ വീടാണ്. ആ പ്രദേശത്തല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വീടുകളിലൊന്നാണ്. ഈ വീട്ടിൽ മാത്രമല്ല ബാക്കിയുള്ളിടത്ത് ഒരു സംസാര വിഷയമായിട്ടുള്ള വീടാണ്. അതെ 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 അതെ. സിനിമയ്ക്ക് ശേഷം പുള്ളി ഒരു അമേരിക്കക്കാരനാണ്. പുള്ളി ആണ്ടിലൊരിക്കലും അവിടെ വരുള്ളൂ. വീട് നോക്കാൻ വേണ്ടി വന്ന 1 മാസം എന്നിട്ട് പുള്ളി തിരിച്ചു പോകും. ഫാമിലി ആരും വരത്തില്ല. പുള്ളിയോട് ഫാമിലി ഒന്നും വരുന്നില്ല മനോജ്, ഞാനിങ്ങനെ വർഷത്തിൽ 1 പ്രാവശ്യം വന്ന് 10 ദിവസം നിൽക്കും. അതിനു വേണ്ടി ഒരു വീട്, കൊട്ടാരം, ഓരോരുത്തരുടെ ഓരോ താല്പര്യങ്ങൾ, ദൈവത്തിന്റെ വികൃതികൾ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാല് മമ്മൂട്ടി ചേട്ടൻ. നമ്മൾ നോർമലി എല്ലാവരും മമ്മൂക്കാന്നല്ലേ വിളിക്കാം. അപ്പൊ മമ്മൂട്ടി ചേട്ടൻ, എനിക്ക് തോന്നുന്നു മനോജ് ചേട്ടൻ മമ്മൂക്കിനായിട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നാളത്തെ സൗഹൃദമുണ്ട്. എപ്പോഴെങ്കിലും മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഒരിക്കലും വിളിച്ചിട്ടില്ല. കാരണം ഞാൻ കോട്ടയംകാരനാണ്. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ചേട്ടാ ചേട്ടാ എന്നാ ചേട്ടാ, ഓ എന്നാ പറയാൻ എൻ്റെ മുന്നേട്ടാ എന്ന് പറയുന്ന ആൾക്കാരാ. ചേട്ടാ അണ്ണാന്ന് വിളിയും നമുക്ക് അവിടെ ഇല്ല. ഇക്കായും കുറവാണ്. പക്ഷെ എന്നിട്ടും മമ്മൂട്ടി ചേട്ടൻ ഞാൻ പോലും വിളിച്ചിട്ടില്ല. കോട്ടയംകാരനായ ഞാൻ പോലും മമ്മൂക്ക അങ്ങനെ വിളിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ്. മമ്മൂക്കാന്ന് വിളിച്ചുള്ളൂ. പക്ഷെ ഈ പടത്തില് ഇത് മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുമ്പോൾ ഭയങ്കര പുതിയ ഒരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ വിളിക്കുന്ന ഈ ഗ്രാമത്തിലൊക്കെ ഉള്ള നിഷ്കളങ്കരായ ആൾക്കാരില്ല. ആ കുട്ടി അങ്ങനെയാണല്ലോ, അനശ്വരയുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അവരൊക്കെ ചിലപ്പോൾ അറിയാതെ അങ്ങനെ വിളിക്കുന്നതായിരിക്കാം. എല്ലാവരും ഫോളോ ചെയ്യുന്നത് വിളിക്കുന്നത് തന്നെ അവർ വിളിക്കണമെന്നില്ല. അവരുടെ ഇഷ്ടം ആ രീതിയിലായിരിക്കും, ചേട്ടാന്ന് വിളിക്കുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും അദ്ദേഹം അങ്ങനെ വിളിച്ചിരിക്കുന്നത്. രേഖ ആൾക്കാര് വിളിച്ചു തുടങ്ങി മമ്മൂട്ടി ചേട്ടാ. കാരണം മമ്മൂക്കൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പുള്ളിയൊക്കെ വളരെ കാര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സക്സസ് മീറ്റിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ മുറിച്ച് വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. കേക്ക് മുറിച്ച് എല്ലാവർക്കും വായിൽ കയ്യിൽ കൊടുക്കുകയല്ലേ ചെയ്തത്. അതൊരു സ്പെഷ്യലായിരുന്നു. അങ്ങനെ ഒരു കാഴ്ച വളരെ വിരളമാണ്. മമ്മൂക്ക എന്നല്ല, നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും പിന്നെ ബാക്കി അങ്ങ് എടുത്തോളാൻ പറയാം. അങ്ങനെയല്ലേ രീതി. പക്ഷെ അതൊക്കെ രസമുള്ള കാഴ്ചയായിരുന്നു. ഞാൻ ഇപ്പൊ കേക്ക് കൊടുത്ത വീഡിയോസ് എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് വരുന്നത് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ വേറൊരു കേക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ കുറച്ച് അധികം വൈറലായിട്ട് ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ആകാംക്ഷ ഭരിത ഗുരുതരായിരുന്നു.
ഞാൻ ഓർത്തത് എനിക്കില്ലേ എനിക്കും വയലിൽ വെച്ച് തരുമോ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസ് ഓർത്തുണ്ട്. എന്നിട്ട് വിനയം ബഹുമാനം എന്നൊക്കെ പറഞ്ഞ് ഇത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. നിങ്ങളും അത് നിഷാദ് ഞാൻ ശ്രദ്ധിച്ചത്. നിഷാദ് ഒരുപാട് ആകാംക്ഷ നിൽക്കുന്നത് എനിക്ക് തരുമോ തരാതിരിക്കുമോ എനിക്ക് ഇനി കയ്യിൽ തരുമോ വയലിൽ ഇങ്ങനെയുള്ള ഒരുപാട് നിഗൂഢതകള് മക്കച്ചന് പോലും ഇല്ലാത്ത നിഗൂഢതകള് ആ കേക്ക് കട്ടിങ്ങിൽ ശ്രദ്ധിച്ചായിരുന്നു അല്ലേ? നിഷാന്തേ നീ ഇല്ലാത്തപ്പം നിനക്കിട്ട് പണിയാണ് കേട്ടോ. വെരി സോറി. ഓക്കെ. ഇപ്പൊ ഞാൻ ആസിഫ് കെയുടെ ഇന്റർവ്യൂ എടുത്തപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ മമ്മൂക്കയുടെ ഒരു പെർമിഷൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? മമ്മൂക്ക ഇനിയിപ്പോ സമ്മതിക്കുവോ അല്ലെങ്കിൽ വേണ്ട പറയുവോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ആ എസ് പറച്ചിലൊക്കെ നമ്മൾ അറിയാത്തൊരു മേഖലയായിരുന്നു. അതൊക്കെ എൻ്റെ വളരെ തുടക്കത്തിൽ സംവിധായകനും ആൻഡോ ജോസഫും ഒക്കെ മാത്രം അല്ലെ വേണു കുന്നപ്പള്ളിയൊക്കെ ആയിട്ടുള്ള ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞ കാര്യമാണ്. നമുക്കറിയില്ല. അതെല്ലാം അതിന് ശേഷമാണ് നമ്മളെ ഒരു ഇന്ന ക്യാരക്ടറിന് ചേട്ടനെ ചൂസ് ചെയ്തിട്ടുണ്ട്, ചേട്ടനെ കഥയൊന്ന് കേൾക്കണമെന്ന് ഞാൻ ആൻഡോ ജോസഫ് എന്നെ വിളിച്ച് പറയുന്നു. അങ്ങനെ ഞാൻ ജോഫിനോട് മാരിറ്റിൽ എൻ്റെ സ്ഥിരം വന്നേ മാരിറ്റിൽ മെറിഡിയൻ അവിടെയൊക്കെ എവിടെയെങ്കിലും കോഫി ഷോപ്പിൽ ഇരുന്ന് കഥ കേൾക്കുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ മാരിറ്റിൽ വന്നു. ജോഫിന് ഈ കഥ മുഴുവൻ പറഞ്ഞു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗെറ്റപ്പിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ തന്നെ സമ്മതിച്ചു. അങ്ങനെ എല്ലാം പടപടപടാന്ന് ഡബിൾ ഓക്കെ അങ്ങനെയാണ് നടന്നത്. ഇതിപ്പോ ഇനി പറയാൻ തോന്നുന്നു അല്ലേ AI-യുടെ അല്ലേ? അതിപ്പോ എല്ലാവർക്കും അറിയാം. അതെല്ലാവർക്കും അറിയാം. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പൊ AI-യിൽ ഇപ്പൊ മമ്മൂക്കയുടെ ക്യാരക്ടർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, ഇത് എങ്ങനെയായിരിക്കും, വർക്ക് ആവോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് വരുമെന്ന്. പക്ഷെ സ്ക്രീനിൽ ആ സീക്വൻസ് കണ്ടപ്പോൾ എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇത് വർക്കായി. നിങ്ങൾക്ക് ആ ഫിലിം കണ്ടതിന് ശേഷം അങ്ങനെ എന്തായിരുന്നു ഫീൽ ഇപ്പം സ്ക്രീനിൽ കണ്ടപ്പോൾ? അല്ലാതെ എനിക്ക് വളരെ നന്നായിട്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്ത ഒരു സിനിമ വേറെ വലിയ തമിഴിലൊക്കെ ഏതോ ഒരു വലിയ പടത്തിലൊക്കെ ചെയ്തിരുന്നത് പൊളിഞ്ഞായി പോയിട്ട് പേര് പറയുന്നില്ല. അത് അങ്ങനെയുള്ളിടത്ത് ഈ പാപം. അതെ, കാരണം ഇവിടെ ഈ ചെറിയ ഇൻഡസ്ട്രിയിൽ ഇത്രയും ബ്രില്യൻ്റായിട്ട് അത് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ട് പഠിക്കേണ്ട കാര്യം തന്നെ അല്ലേ. അപ്പം ഇതിന് വലിയ കാശിൻ്റെ കാര്യങ്ങളൊന്നും അല്ല, അതിൻ്റെ അകത്ത് വേറെ ചില കാര്യങ്ങളുണ്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മമ്മൂക്കയുടെ AI ഫിഗർ അസാധ്യമായിരുന്നു, സൂപ്പറായിരുന്നു. ശരിക്കും നമുക്ക് തന്നെ ഒന്ന് കോരിത്തിരിക്കും. കണ്ടു പറഞ്ഞിരുന്നോ? പിന്നെ മമ്മൂക്ക അതൊക്കെ ആദ്യം കണ്ടു കാണുമല്ലോ. എന്താ റെസ്പോൺസ് AI കണ്ടിട്ട്? മമ്മൂക്കയുടെ അത് കറക്റ്റ് അറിയില്ല. പക്ഷെ മമ്മൂക്ക അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം മുന്നോട്ട് പോകില്ല. അതുപോലാണ് അദ്ദേഹം തുറന്നടിക്ക് പറയുന്നത്. എന്തും തുറന്നു മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. ശരിയായില്ല, ഒന്നുകൂടെ ചെയ്യണമെന്നാണ് പറയും. കാരണം പുള്ളിയെ ചീത്തയാക്കുന്ന ഒരു പരിപാടി പുള്ളി തന്നെ കൂട്ടി. പക്ഷെ ആ ഒരു പേടിയുള്ളതുകൊണ്ട് ഇവര് മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സിനിമയിൽ കാണാനുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ എന്തായാലും മനോജ് ചേട്ടനെ ഒരു വീഡിയോ കാണിച്ചതാ. എല്ലാം അങ്ങോട്ടേക്കാണല്ലോ. എല്ലാം അങ്ങോട്ടേക്കാണല്ലോ. ടെസ്ല ഇതൊക്കെ എവിടുന്ന് കുത്തിപ്പൊക്കി? ഇൻസ്റ്റയിൽ കിടക്കാണ്. ഇത് UK-യിൽ എന്റെ വീടാണ്, എന്റെ അവിടുത്തെ കാറാണ്, ടെസ്ലയാണ്. കാറിന്റെ നമ്പറാണ്, അതിനു വേണ്ടിയാണ് ആ വീഡിയോ ഇട്ടത്. അതിന്റെ താഴെ ഒരുപാട് പേര് ഇത് പൊങ്കത്തരം കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇയാൾക്ക് ടെസ്ലയുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ പണ്ടേ ടെസ്ലയുണ്ട്, ടെസ്ല ഇവിടെ ടാക്സിയാണ്. പലരും ചില സ്പോയിലറൊക്കെ ഒരുപാട് അയച്ചിട്ടുണ്ട്. നമ്മളൊന്നും കെയർ ചെയ്തില്ല. ഞാൻ ടാക്സിയല്ല യൂസ് ചെയ്യും, ഞാൻ സ്വന്തം കാറിൽ യൂസ് ചെയ്തു. അങ്ങനെ വ്യത്യാസമുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു അഭിമാനമായിരുന്നു ഈ ടെസ്ല എടുക്കുമ്പോൾ. കാരണം നമ്മൾ ഇതുവരെ ഈ എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്നാണ് നമ്മൾ കരുതുന്നത് ടെസ്ലയെ കുറിച്ച്. ടെസ്ല എന്നും അവിടെ ഇൻവെന്റ് ചെയ്ത് അങ്ങനെ അവിടെ ഇലോൺ മസ്ക് തുടങ്ങിയ സമയത്ത് പോലും ഇവിടെ അപ്പോൾ ബുക്കിംഗ് തുടങ്ങുന്ന പറഞ്ഞ് മമ്മൂക്ക അടക്കമുള്ള ആൾക്കാർ എനിക്കറിയാം. അന്ന് ഇങ്ങനെ ടെസ്ല എന്നൊരു അന്ന് എന്നോട് മമ്മൂക്ക പറഞ്ഞു ടെസ്ല എന്നൊരു വണ്ടി വരുന്നത് കേട്ടോ, ഇവരും വണ്ടി അവിടെ ഇപ്പോഴേ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ബുക്ക് ചെയ്യാൻ പോകും. അങ്ങനെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പലരും ഇവിടുന്ന് ബുക്ക് ചെയ്ത കാലമുണ്ട്. എത്ര കാലമായിട്ട് ഇവിടെ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല, ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അവിടെ UK-യിൽ വീടുള്ളതുകൊണ്ടും വൈഫ് ബ്രിട്ടീഷ് സിറ്റിസനാണ്, മോൻ ബ്രിട്ടീഷാണ്, അതുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റി. അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പൊ അത് ജനങ്ങളെ എനിക്ക് സ്പെഷ്യൽ നമ്പർ കിട്ടി, പ്രൈവറ്റ് നമ്പർ. നമ്പർ എന്തായിരുന്നു? AM 15 MKJ മനോജ് KJ. ഈ AM 50 എന്റെ മോനെ അമീന്നാ വിളിക്കുന്നത്, അമൃത് എന്നാ അവന്റെ പേര്. അപ്പൊ അവൻ ആദ്യ ബുദ്ധിമാൻ. അവൻ പറഞ്ഞു അപ്പം
ആശ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അനിയന്റെ പേര് മതി, എന്റെ പേരേ വെക്കണ്ട, അനിയന്റെ പേര് MKG തന്നെ വരണം. അപ്പൊ അനിയന്റെ AM15 MKG ഒരു നമ്പർ കിട്ടി, ഓക്കെ ആണോ? ഞാൻ അത് ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഈ മോന് ഭയങ്കര പൊസസീവ് ആണ് അച്ഛന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ ആവുമ്പോ നിങ്ങളുടെ പേര് അച്ഛന്റെ പേരിട്ടു. പക്ഷെ എനിക്ക് ഇപ്പൊ എന്റെ പേരിൽ ആദ്യം വന്നിരിക്കുന്നത് അമീന്ന് ആദ്യം വായിക്കൊള്ളുന്നത്. കറക്റ്റാ, AM15 ആരും വായിക്കില്ല, അമി 5 MKG. അങ്ങനെ അവൻ സ്കോർ ചെയ്തു, മോൻ സ്കോർ ചെയ്തു. എനിക്കൊന്ന് മലയാള സിനിമാ നടന്മാരില് ചേട്ടന് മാത്രമേ ഉള്ളൂ ടെസ്ലല്ലേ? എനിക്ക് തോന്നുന്ന മിഥുനുണ്ട്, നമ്മുടെ മിഥുൻ രമേശ് ഇല്ലേ ആങ്കർ, മിഥുന് ദുബായിലുണ്ട്. ഇത് ഇവിടെയല്ലേ ഇല്ലാവുള്ളൂ, ബാക്കി ദുബായിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ എല്ലാരും ഇത് ചൂസ് ചെയ്യാറില്ല. ഇതിനൊരു പ്രത്യേക ഇഷ്ടവും പാഷനും ഒക്കെ വേണം, ടെസ്ല ഫാൻസ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഓട്ടോ ഡ്രൈവ് ഒക്കെ ഓട്ടോ പൈലറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു. അത് നമ്മള് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, വണ്ടി ഇങ്ങനെ പൊക്കോളും. ചിലപ്പോ ഓവർടേക്ക് ഒക്കെ ചിലപ്പോ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകാനുള്ള സിസ്റ്റം വരെ അതിനകത്തുണ്ട്. പക്ഷെ നമ്മളെ ഈ പരിപാടിയെ സാഹസത്തിനൊന്നും നിന്നിട്ടില്ല, നമ്മള് തന്നെ സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കാതെ തന്നെ ഓടിക്കണം. ഇതേപോലെ തന്നെ വൈറലായ വേറൊരു iPhone 6 അത് പഴയ കഥയാണ്. അതെങ്ങനെ പൊങ്ങി വന്നേ? എനിക്കറിഞ്ഞൂടെ ആൾക്കാർക്ക് എന്തിന്റെ കേടാണ്. കാരണം ആ ഒരു കാര്യമില്ലാതെ ഇപ്പൊ അതെടുത്തിട്ട് അത് 6 ശരിയാണ്. അന്ന് ഐഫോൺ ഒന്നും ഇവിടെ നിന്ന് എല്ലാം സുലഭമല്ലല്ലോ. അമേരിക്കയിൽ ഇറങ്ങി കഴിഞ്ഞാൽ 3 മാസം എടുക്കും ഇന്ത്യ കിട്ടാൻ. ആ സമയത്ത് നെക്സ്റ്റ് ഡേ എനിക്ക് കേരളത്തിൽ കിട്ടി. അപ്പൊ അത് മനോരമയും മാതൃഭൂമി അടക്കമുള്ള എല്ലാ ചാനൽസ് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നു, അവരെടുത്തിട്ട് ന്യൂസ് ആക്കി ഇട്ടു. അത് 12 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അത് ഇപ്പൊ എടുത്തിട്ടു. ഇല്ല, അത് ആക്ച്വലി അന്ന് ആ വീഡിയോ ഉണ്ട്, പക്ഷെ ഇപ്പൊ അതിന്റെ വ്യൂസ് ഉണ്ടല്ലോ, 5 മില്യൺ കണ്ട് കഴിഞ്ഞു. എന്റെ മോള് കുഞ്ഞാറ്റ് പറഞ്ഞു, അച്ഛാ നമ്മുടെ പഴയ വീഡിയോ ഭയങ്കര വൈറലായിച്ചാ. ഞാൻ അപ്പോഴാണ് കാണുന്നത്. അപ്പൊ അച്ഛാ 3 മില്യൺ 4 മില്യൺ കഴിഞ്ഞു. കിടക്കട്ടെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെയ്യുന്ന പല കാര്യങ്ങളും ഇനി കുറച്ച് നാൾ കഴിയുമ്പോ അടുത്ത ഇന്റർവ്യൂല് ചോദിക്കും. അല്ല, ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ ഒരു ആളുകളോട്ട് ഒരു ബന്ധം നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഫോട്ടോ ആയിട്ടും ചിലപ്പോ പാട്ട് പാടിയൊക്കെ ഇടും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കുസൃതിയൊക്കെ ഇടും. അതൊക്കെ ആളുകളായിട്ടൊരു ഒരു ഇന്ററാക്ഷന് വേണ്ടി മാത്രം ഇടുന്ന, നമുക്കൊരു ബന്ധം വേണ്ട. ഞാനിങ്ങനെ ത്രൂ ഔട്ട് സിനിമ ചെയ്യുന്ന ആളൊന്നുമല്ല, എപ്പോഴും ഇങ്ങനെ പോസ്റ്ററുകളിൽ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഒരുപാട് ഇടവേളകൾ ഉണ്ടാവുന്ന ഒരു ആക്ടറാണ് പലപ്പോഴും, എപ്പോഴും. അപ്പൊ ഞാൻ ആ ബന്ധം കളയാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാനൊരു കുറുക്ക് വഴിയായിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ, അതാണ് എന്റെ പച്ചയാ സത്യം. എനിക്ക് തോന്നുന്നു മമ്മൂക്കേക്കും മനോജ് ചേട്ടനും ഒരേപോലെ തന്നെ ക്രേസ് ആണല്ലേ, ഫോൺസ്, കാർ. അദ്ദേഹത്തിനോട് കൂടി 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 കുറച്ചൊക്കെ എങ്ങനെയായതാ. ഭയങ്കര ക്രേസി അല്ലേ ഇത്തരം കാര്യത്തിൽ. ആപ്പിളിന്റെ ഓരോ പ്രൊഡക്റ്റ് വരുമ്പോൾ അന്നൊക്കെ രാജമാണിക്യത്തിന്റെ സെറ്റ് വെച്ച് തന്നെ ഈ ആദ്യമായിട്ട് എയർപോഡ് അല്ല എയർപോഡ് ചെറിയ സാധനം വെച്ചിട്ട് എയർപോഡ് ഇപ്പോഴത്തെ അല്ലേ, അതല്ലെന്ന് ഐപോഡായിട്ട് അവിടെ വന്നു. എന്നിട്ട് അതെന്നെ അവിടെ ഇട്ട് കേൾപ്പിച്ചു. അപ്പൊ ഞാൻ നമുക്ക് ഇതെന്താ, ഇത് ആപ്പിളിന്റെ പുതിയ സാധനം, ഇതിനകത്ത് 10,000 പാട്ട് കയറും, 5,000 പാട്ടിട്ട് നമുക്ക് വണ്ടി എടുത്ത് അങ്ങ് എവിടെ വേണം പോവാം, നിങ്ങൾക്ക് വേണോ? ഞാൻ പറഞ്ഞു എവിടെ കിട്ടും, മദ്രാസ് ഞാൻ അറേഞ്ച് ചെയ്യാം. അപ്പൊ അതൊക്കെ ചെയ്തേരും കേട്ടോ. രാജമാണിക്യം കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞ് അപ്പം ഞാൻ ചെന്നൈ ചെന്ന ഉടനെ നമുക്ക് വിളിച്ചു, നമുക്ക് അത് എവിടെ കിട്ടും, അതൊരു കടയിലുണ്ട്, അവിടെ പോയാൽ മതി, ഞാൻ പറഞ്ഞിട്ടാണ് പോയി. ഞാൻ അപ്പം തന്നെ അത് മേടിച്ച് ഞാൻ പറഞ്ഞു സാധനം മേടിച്ച് നോക്കി, ഇനി പാട്ടങ്ങനെ കേട്ടു. ഫ്രീ ആണോ, ഇന്ന് ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു ഫ്രീ ആണ്, എന്നാ ഇങ്ങോട്ട് പോവാ. നേരെ നമുക്കവിടെ വീട്ടിൽ മദ്രാസിൽ വീട്ടിൽ വിളിക്കുന്നു. അവിടെ പോയിരുന്നു, പുള്ളി ലാപ്ടോപ്പ് എടുത്ത് നോക്കുന്നു, കംപ്ലീറ്റ് പുള്ളി അതിനകത്ത് ഫീഡ് ചെയ്ത് 5,000 പാട്ട് എനിക്ക് കിട്ടുമെന്നു. കിട്ടുമെന്ന് ഹാപ്പിയാക്കി കിട്ടും. അതാണ് മമ്മൂക്ക. അപ്പൊ ഇതൊക്കെ കണ്ട് 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 ഒരു ചെറിയ മമ്മൂട്ടി പഠിത്തം എനിക്കുണ്ട് പണ്ട് മുതൽ. ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ ആദ്യം മമ്മൂക്ക കൊണ്ടുവരും, അത് നമ്മളെ കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് മമ്മൂക്ക. അതുകൊണ്ടാണോ ഞാൻ കേട്ട വേറൊരു കാര്യം, എനിക്കറിയാം എങ്ങോട്ടാണ് എന്നാ പറയുന്നത് ഫോണിന്റെ ആണോ? അല്ല, ചേട്ടന്റെ മൊബൈൽ നമ്പറും മമ്മൂക്കയുടെ മൊബൈൽ നമ്പറും എൻഡ് ചെയ്യുന്നത് 369 എവിടെയോ പറയുന്ന കേട്ടോ. അത് ഈ ഞാൻ അതിൻ്റെ അകത്ത് വേറെ വലിയ പോസിറ്റിവിറ്റി നിങ്ങൾ കാണുന്നത്, 22 വർഷം കൊണ്ട് എനിക്ക് ഒറ്റ നമ്പരേ ഉള്ളൂ. അത് എനിക്ക് വേറെ നമ്പറില്ല. ആ നമ്പർ കൊണ്ട് എത്ര വർഷമായിട്ട് ചെയ്യാം. അപ്പൊ അതായത് എന്റെ സ്വഭാവ മഹിമയാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത്. മനസ്സിലായില്ലേ?
2002 നമ്പറാണ് അത്. മമ്മൂക്കാണ് ഈ BSNL അന്ന് ഈ നമ്പർ സീരീസ് ആദ്യമായിട്ട് ഉദ്ഘാടനം മമ്മൂക്കയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പോയി മമ്മൂക്ക ഞാൻ ഇങ്ങനെ നമ്പർ എടുത്തു, നിങ്ങൾ വേണം എടുത്തോ കേട്ടോ, നല്ല നമ്പേഴ്സ് കിട്ടും. അപ്പം ഞാൻ മമ്മൂക്കയുടെ ഇതിൻ്റെ 369 മറ്റേ ഞാൻ പറയുന്നില്ല, പക്ഷെ അത്ര ഫാൻസി അല്ല. മമ്മൂക്കയ്ക്ക് കുറച്ചുകൂടെ ബെറ്റർ ഈ 369 കിട്ടുമായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ എന്തുകൊണ്ട് ഇതെടുത്തു? വേറെ വല്ല ന്യൂമറോളജിക്കൽ വിഷയങ്ങളായിരിക്കാം. പക്ഷെ ഞാൻ അവരെ വിളിച്ചു, ഈ BSNL വിളിച്ചു. അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഈ 369 കിട്ടിയത്. അത് ഏകദേശം സിമിലർ ആണ് കേട്ട് കഴിഞ്ഞാലൊക്കെ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്രേസ് ഉണ്ടോ ഇതുപോലെ നമ്പേഴ്സിനോ കാറിനോ? ഒന്നും കാണാൻ ഇല്ലേ? എനിക്ക് ആക്ടിങ്ങിനോടാ ക്രേസ് എന്നൊക്കെ കാണും, ആഗ്രഹങ്ങൾ കാണും. പറയൂ, പറ. എനിക്ക് കിട്ടി. വൈനൽസ് ഉണ്ടല്ലോ, വൈനൽ പ്ലെയർ, റെക്കോർഡ്, അത് കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പൊ ഒരു 10 ഓൾമോസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ഹോബി ആയിപ്പോയി. കമ്മിറ്റ് ചെയ്തു പോയി. നമ്മൾ എന്തെങ്കിലും തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യണമല്ലോ. ചേടാ, നമ്മളിപ്പോ ഈ റിവ്യൂ രേഖാചിത്രത്തിന്റെ റിവ്യൂസ്, എനിക്ക് തോന്നുന്നു എല്ലാ റിവ്യൂവേഴ്സും പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ക്യാരക്ടേഴ്സ് എടുത്തെടുത്തെടുത്ത് അടിപൊളി റിവ്യൂസ് ആയിരുന്നു. അപ്പം മനോജ് ഏട്ടനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു മിക്ക റിവ്യൂവേഴ്സും പറഞ്ഞ ഒരു മെയിൻ കോമൺ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഡയറക്ടേഴ്സിനാണെങ്കിൽ ഒരു ആക്ടറിന്റെ ഫേസിലേക്ക് ക്ലോസപ്പ് ഷോട്ട് വെക്കുമ്പോൾ കുറച്ച് ധൈര്യം വേണം. അവരുടെ ആ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ധൈര്യം വേണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലും ക്ലോസപ്പ് ഷോട്ട്സ് കൊടുക്കുക. എനിക്ക് തോന്നുന്നു മനോജ് ഏട്ടന് കുറേ ക്ലോസപ്പ് ഷോട്ട്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സിന് ധൈര്യപൂർവ്വം ആ ഷോട്ട് വെക്കാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള ഒരു കോമൺ കമന്റ് എല്ലായിടത്തും ഞാൻ കേട്ടു. മറ്റുള്ള ഭാഗങ്ങൾ അത്ര മോശമായിരുന്നു ക്ലോസപ്പ്. ഞാനൊന്നും പൊക്കി വന്നിരുന്നു, എന്നെ മാക്സിമം പോകാൻ പൊക്കി വിട്ടതാണ്. ഞാനത് അല്ല, സത്യമായിട്ടും തമാശക്ക് പറഞ്ഞാൽ നിങ്ങളോട് ഈ റിവ്യൂവിനെ കിരിപ്പം കുറച്ച് നമ്മളൊന്ന് ലൈവായിട്ട് വെച്ച് പറഞ്ഞാൽ കേട്ടോ. എനിക്കറിയില്ല അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന്. അവർ ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത്, അയാളുടെ മനസ്സെന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ക്ലോസ് ഷോട്ടിൽ തന്നെ പോകണം. അതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് അങ്ങനെ ഒരു സാധ്യത എൻ്റെ മുഖത്തുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഒരുപാട് ക്ലോസപ്പ് ഷോട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിനയിച്ചല്ലേ. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതലുണ്ട്. ഇതൊക്കെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാനും ശ്രദ്ധിച്ചു. ഇതിൽ ഡയലോഗ്സ് വളരെ കുറവാണ്, എക്സ്പ്രഷൻസിലെല്ലാം ഉണ്ട്, വളരെ കുറവാ. ഇയാള് പണ്ട് അങ്ങനെയാണോ? ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നോ? ചെറുപ്പത്തില് ഡയലോഗ് അന്നും വലിയ സംസാരമില്ല. അത്രേ ഉള്ളൂ, പറയുന്നത് അത്രേ ഉള്ളൂ. ഭയങ്കര ഭാര്യ സ്നേഹിയാണ്. സംഭവം അക്കച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്താണെങ്കിലും അക്കച്ചന് നല്ല ആളല്ലേ, ഭാര്യ ഇത്രയും സ്നേഹിക്കുന്ന ആളല്ലേ. അവസാനം ഞാൻ പറയുന്നില്ല, ഹീറോയുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതെ രക്ഷപ്പെടുന്ന ആദ്യത്തെ വില്ലൻ ഞാൻ മാത്രമാണ്. ശരിയാ, അത് നോട്ടീസ് ചെയ്തോ? എവിടെങ്കിലും എന്റെ ചെവിക്കെങ്കിലും പിടിച്ചാരെങ്കിലും കറക്കി വിടുന്നുണ്ടോ? ഇല്ല. അതെന്താണ് കാര്യം? അങ്ങനെ ഈസി അല്ല. അത് റിയലിസ്റ്റിക് ആണ്, അവരുടെ ചിന്ത റിയലിസ്റ്റിക് ആണ്. വക്കച്ചനെ പോലെ ഇത്രയും പൊസിഷൻ നിൽക്കുന്ന ഒരാളെ ചുമ്മാ കയറിയും ഇടിക്കാൻ പറ്റില്ല. തൊടാൻ പറ്റില്ല. ഞാൻ മനോജിന് വേറൊരു ഫോട്ടോ ദിഗംബരൻ എനിക്കറിയാം, എല്ലാ ഇന്റർവ്യൂസിലും ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ ഈ ഫോട്ടോ നസീർക്ക വരച്ചിരുന്ന ഫോട്ടോ, ഇത് നമ്മുടെ കോട്ടയം നസീർ വരച്ച ഓയിൽ പെയിന്റിംഗ് ആണ്. ഇതുവരെ അത് നേരിട്ട് ഒരു ഒക്കേഷനിൽ, നല്ലൊരു ഒക്കേഷനിൽ അതെൻ്റെ കയ്യിൽ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നസീറിനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വരച്ചു വെച്ച് എത്ര നാളായി, ചേട്ടനൊന്നും വാങ്ങിച്ചില്ലോ. ഞാൻ നസീർ അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് വരച്ചതല്ലേ, നല്ലൊരു ഒക്കേഷനിൽ ഒരു ഫംഗ്ഷനിലൊക്കെ വെച്ച് നസീർ എനിക്ക് സമ്മാനിക്കണം, എൻ്റെ ഡ്രീമാണത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണ്. അസലായിട്ട് വരച്ചു, അസാധ്യമായിട്ട് വരച്ചു. അത് കാണിച്ചു കണ്ടോ? നന്നായിട്ട് ഓയിൽ പെയിന്റ് കണ്ടോ? ഭയങ്കരമായിട്ട്. എനിക്ക് തോന്നുന്നു നസീർക്ക് വെബ്സൈറ്റ് ആണോ അതിന്റെ എന്തോ ഒരു സംഭവം വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ട്. അവിടെ വെച്ചാൽ ചെയ്യണം. എന്തൊരു ആർട്ടിസ്റ്റ് അല്ലേ നസീർ. നമ്മളെൻ്റെ കോട്ടയം നസീർ നമ്മൾ പറയുന്ന ഒരു ആളെ വേറൊരു ലെവലിലാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഇവിടെയോ എത്തി. നസീർ എന്നൊരു ഇമേജ് ഇല്ല, ഈ ഒരു വരയ്ക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ദൈവികമല്ലേ. അത് ഭയങ്കര വരക്കുക, പാട്ട് പാടുക, ഡാൻസ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല ആ കഴിവൊന്നും. ഓക്കെ, ഞാൻ ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞു, നിങ്ങൾ വിട്ടു, ഞാൻ ഒരു സാധനം കൂടി കേൾപ്പിച്ചു തരാം. അത് പക്ഷെ ഒരു റിക്വസ്റ്റ് ആണ്, മനോജേട്ടൻ അതൊന്ന് ഞങ്ങൾക്ക് ലൈവായിട്ട് വെക്കട്ടെ.
ഇതോ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാട്ട് പാടുന്നതും ഒരു ദൈവികമായിട്ടുള്ള ഒരു കലയാണ്. അപ്പോൾ നമ്മുടെ രേഖാചിത്രത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് മനോജ് ഈ ചേട്ടൻ പാട്ടോ ഇഷ്ടമുള്ള പാടിക്ക് ഈ പാട്ട് പാടുന്നത്. എടുത്താ പൊങ്ങാത്ത ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചിലപ്പോൾ എടുത്താ പൊങ്ങാത്ത പാട്ടുകളും പാടാറുണ്ട്. അതിൽ പെട്ടവരാണ്. അന്ന് ഇഷ്ടമുള്ള പാടിക്കോ. ഭയങ്കര ടഫ് സോങ് ആണ്. ഇത് പാടോ? ഇതോ അന്ന് വേറെ പാടിക്കും. കഹീ ദൂർ ജബ് ദുന്ധൽ. ഹിന്ദി അറിയാവുന്ന ആളുകൾ ഈ അപ്പൊ ഞാൻ ഹിന്ദി പാടുന്നില്ല, ഒരുപാട് തെറ്റ് വരും. പാടിക്കോ. കഹീ ദൂർ ജബ് ദിൻ ढल जाए सांझ की दुल्हन बदन चुराए चुपके से आए मेरे ख्यालों के आंगन में कोई सपनों की दीप जलाए कहीं दूर जब दिन ढल जाए सांझ की दुल्हन बदन चुराए चुपके से आए. അരെ വാ. ഇത് ബോംബെ പഠിച്ചെന്നുള്ള ദൂരം ബോംബെ പഠിച്ചു. ഹിന്ദി അറിയോ എന്നാ ഞാൻ ഹിന്ദി പാടുന്നില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ബിഗ് ബി 2 കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? അമലിനെ ഞാൻ ഇന്ന് തന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്, രണ്ട് ചീത്ത വിളിക്കേണ്ടി അമലിനെ. ഈ ആളുകളെല്ലാരും എന്നോട് ചോദിക്കുന്നു എവിടെ ചെന്നാലും. അപ്പൊ അമലിനോട് എത്ര പേരും ആൾക്കാർ ചോദിക്കുന്നുണ്ടോ അതെ അതെ അതെ, എന്തെങ്കിലും ഒന്നും തുടങ്ങും മാഷേന്ന് ഞാൻ പറയാൻ പോവാ. ആളുകൾ ഇത്രയും ആകാംക്ഷയുണ്ട്. അതാ മമ്മൂക്കയുടെ ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കും, ആ പറയും സ്ക്രിപ്റ്റ് ഇങ്ങോട്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി രക്ഷപ്പെടും. ഓക്കെ, എനിക്കറിയില്ല, നടക്കുമായിരിക്കും. എല്ലാവരുടെയും സ്വപ്നമല്ലേ, അതെ അതെ, അപ്പൊ നടക്കും, നടക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ രേഖാചിത്രം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ, ഒരുപാട് സ്ക്രീൻസ് നിറഞ്ഞോടട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഈ നല്ലൊരു തുടക്കമായിരുന്നു 25. അപ്പൊ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് ഈ വർഷം മുഴുവൻ കൈ നിറയെ സിനിമകൾ ഉണ്ടാവട്ടെ, നമ്മൾക്ക് ഇനി ഇതുപോലെ കാണാൻ അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.